ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് രാത്രി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അയാൾ ഉറക്കുളിയെ വിക്സ് ഗുളിക എന്തുവരെ കഴിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ അയാൾക്ക് ക്ലോറോഫോം കൊടുത്തിരിക്കും. സത്യം ശിവം സുന്ദരം. ഓക്കെ ഓക്കെ. എന്താണ് ഇത് തന്നെ വീട്? അതെ. ഇനി നേരെ പിറകിലേക്ക് പോവാം. രണ്ടാമത്തെ നിലയിലെ പുറകിലത്തെ വാതിലിന് ഒരു കൊളുത്തുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നു. അതിലേ വീണ് അകത്തേക്ക് കയറാൻ. സത്യ, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. എന്താ ആശിന് പേടിയാ? പേടിയാ എനിക്കാ. എന്തിന്? ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. അതല്ലേ പേടി. ആശാൻ മുമ്പേ അവർക്ക് എനിക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, ചെയ്ത ശീലമില്ല. PT ഉഷയും ഓടാറുള്ളൂ, കോച്ച് നമ്പ്യാരും ഓടാറില്ല. ആ ചെല്ലിയല്ലേ. ഗ്രില്ലിന് ഓട്ടയുള്ളത് കൊണ്ട് തുറക്കാം. തുറക്കണം. ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന്. ഓ ആശാനെ, സ്റ്റെപ്പ് പറ്റിയത് നന്നായി, ഇല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എടാ നോക്കി പോണേ പോണേ. മുഖം മൂടി ഒന്നും വെക്കണ്ട. കൂർക്കം വലിക്കുന്ന കേട്ടില്ലേ? ഉറക്കുള്ളി വെച്ച് കിടക്കല്ലേ? പൊക്കാം. ഇയാളെ പൊക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള വിലയെടുപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാം. അത് കുത്തി നോക്കിയ ശിവ, നോക്കണേന്ന്. അതല്ലടാ, നോക്കിയട പോവാൻ. ഇനി നമുക്ക് ഇയാളെ പൊക്കാം. അല്ലേ ആശാനെ? ആശാനോട് പോയി, എവിടെ പോയി അയാള്? ഇപ്പൊ കണ്ടേന്. മുഖം മൂടി വെക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം. നല്ല വാച്ച്, തുടക്കം പിഴക്കില്ല. നമ്മുടെ സാറ് കല്യാണം കഴിക്കാണ്. നല്ല മേച്ച്. നീയായിരുന്ന അയാളെ പൊക്കാൻ വന്നിട്ട് ആശാനോടെ പോയി കിടക്കരുത്. എടാ, അയാളെ പൊക്കണതിന് മുമ്പ് വേറെ എന്തെങ്കിലും പൊക്കാൻ പറ്റുമെന്ന് നോക്കിയതല്ലേ. അതാണ് ഈ സുന്ദരനാശൻ. കണ്ടാടാ വാച്ച്, ഈ പെണ്ണിന്റെടാ. ശിവ, ഇത് നോക്കിയേ, ഇതവനല്ലേ ആ നമ്പ്യാരെ പൊക്കാൻ പറഞ്ഞവൻ? അതെ, അവൻ തന്നെ. ഈ നമ്പ്യാരവന്റെ മുതലാളിയാന്നല്ലേ പറഞ്ഞത്. ഇതിലെന്തോ കളിയുണ്ട്. എനിക്ക് പിടികിട്ടി. ഇവളവന്റെ ഭാര്യ, ആ കിളവൻ അവന്റെ അമ്മയപ്പൻ. കറക്റ്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് കള്ളക്കഥ. എന്തോ നമുക്ക് ഈ കളിയൊന്നും മാറ്റി കളിച്ചാൽ. എന്തിന്? നമുക്ക് ഈ കിളവനെ പൊക്കണ്ട, പകരം ഈ പെണ്ണിനെ പൊക്കാം. അതെന്തിനാ? പെണ്ണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ ഇരട്ടി തുക നമുക്ക് ആവശ്യപ്പെടാ. അത് കലക്കി ഇപ്പൊ തന്നെ. എന്താ വൈകിക്കണ്ട. എടാ, മണപ്പിക്കുന്ന സാധനം എടുക്കടാ. മണപ്പിക്കുന്ന സാധനം. Come on. കുട്ടി പേടിക്കണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണ്. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണ്. അവന്മാര് മുതലാളി പൊക്കി കാണോ? ഇതുവരെ വിളിച്ചില്ലല്ലോ. പൊക്കി കാണുമെന്നോ? അവന്മാരുടെ വൃത്തികെട്ട കളർ കണ്ടറിഞ്ഞൂടെ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണെന്ന്? പുഷ്പം പോലെ പൊക്കി കാണും. ഇനി രഞ്ജു അങ്ങനെ അറിഞ്ഞു കാണൂ? ഒരു ഈച്ച പോലെ അറിഞ്ഞു കാണില്ല. പിന്നെ സമയം കളയാതെ നമുക്ക് പോയി നമ്പ്യാസാരെ രക്ഷപ്പെടുത്താം. എടാ, മണ്ടത്തരം പറയാതടാ. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന മുതലാളി സംശയിക്കും. ആദ്യം കിഡ്നാപ്പേഴ്സിന്റെ ശബ്ദത്തിൽ രഞ്ജു ചേച്ചിയെ വിളിച്ച് മുതലാളിയെ പൊക്കിയ കാര്യം പറയണം. അന്തം വിടുന്ന രഞ്ജു ചേച്ചി ഉടനെ മനസ്സാറിനെ വിളിക്കും. എന്നിട്ട് വേണം നമ്മൾ പോയി രക്ഷപ്പെടുത്താൻ. ഏതായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കി. വിളിക്ക്.
ഹലോ. അയ്യോ എന്താ സാർ? അമ്മാവനാ. അപ്പൊ അമ്മ പൊക്കിയില്ല. അതെന്താ പൊക്കാത്ത? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഇനി അവിടെ പവർ കട്ടായിരിക്കോ? മിണ്ടായിരിക്കടാ. ഞാൻ നിരപരാധി. AK നമ്പ്യാർ. ഇതായി. അയ്യോ അമ്മാവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പൊ പൊക്കി. നിന്നെ കൊല്ലും. ഇനി നമ്മുടെ പ്ലാനൊക്കെ അറിഞ്ഞു കാണുമോ? ഏതായാലും സാറിന് സംസാരിച്ചു നോക്ക്. ഹലോ, സത്യൻ ശിവൻ സുന്ദർ. ഇത് കിഡ്നാപ്പേഴ്സാ. അവന്മാർക്ക് അങ്ങനെ അമ്മാവന്റെ ഫോൺ കിട്ടി. ഇനി അമ്മാവന് വരും ഫോണാണോ പൊക്കിയത്? ഹലോ, നിങ്ങൾ എന്തൊരു പണിയാ കാണിച്ചത്? ആ നമ്പ്യാർ എന്താ പൊക്കാത്തത്? നമ്പ്യാരെ പൊക്കിയില്ല, പകരം വേറൊരാളെ പൊക്കി. നമ്പ്യാരുടെ മകളെ, അതായത് തന്റെ ഭാര്യയെ. അയ്യോ എന്താ സാർ? രഞ്ജുവിനെ പൊക്കിയെന്ന്. ഇവിടെ താനെന്താണ് പറഞ്ഞത്? അത് തന്റെ മുതലാളിയാണെന്നല്ലേ? സ്വന്തം അമ്മായിയപ്പനെ പൊക്കിച്ചിട്ട് പണം തട്ടാനുള്ള പരിപാടിയാണല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അതെ, ഇനി പെണ്ണെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ പെണ്ണിന്റെ ശവം പോലും കാണില്ല. അയ്യോ 1 ലക്ഷം ചോദിക്കുന്നു. എന്റെ ഇത്ര പൈസ ഒന്നുമില്ല. എന്നാ വേണ്ട, ഞങ്ങള് നമ്പ്യാരോട് വാങ്ങിച്ചോളാം. പിന്നൊരു കാര്യം, പോലീസിനെ മറ്റും അറിയിക്കാനാണ് ഭാവമെങ്കില് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ല, പെണ്ണിന്റെ ശവൂരിക്കും കാണുക. അമ്മാവാ നിക്ക്. നിന്നോടൊക്കെ ആരാ ഇതിനകത്ത് കിടക്കാൻ പറഞ്ഞേ? ഇവിടെ കയറി താമസിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. സമൂഹത്തിൽ ഇത്തിരി നിലയും വിലയുള്ള ഒരുത്തരാ ഞാൻ. ഭാര്യ പിണങ്ങി പോയെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്റെ നാണക്കേട് എനിക്കാ. നാണക്കേടാ? അങ്ങനെയൊന്നും ഉണ്ടോ നിനക്ക്? അതൊക്കെ ഓരോ പോക്കിരിത്തരങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഒരു പോക്കൃത്തരവും ഞാൻ കാണിച്ചിട്ടില്ല. രഞ്ജു എന്റെ ഭാര്യയാണ്. ഞാൻ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും. നിന്റെ മുഖം പോലെ അവൾക്ക് കാണണ്ടാ പറഞ്ഞേ. അത് അവള് പറയട്ടെ. അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ നീ പോവോ? അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഞാൻ പോകും. എന്നാ ഞാൻ പറയിപ്പിക്കാം. രഞ്ജു, രഞ്ജു, മോളെ രഞ്ജു, 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 രഞ്ജു മോളെ, രഞ്ജു. അവളിത് എവിടെ പോയി? കുളിക്കേ. ഇത്ര രാവിലെ അവള് കുളിക്കത്തില്ല. ഞാൻ പറയാം, അവള് ചായ ഉണ്ടാക്കുമായിരിക്കും. അടുക്കളയിൽ കാണും. കിച്ചു, എന്താ സാർ? അടുക്കളയിൽ അവളെ ഇങ്ങോട്ട് വിളി. ഓക്കേ. ഇപ്പൊ വരും. ചേച്ചി, രഞ്ജു ചേച്ചി, രഞ്ജു ചേച്ചി അവിടേക്കും ഇല്ല. അവിടെ ഇല്ലേ? ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട, നീ അങ്ങോട്ട് വരണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്നാ അമ്മ പോയി നോക്കിട്ട് വാ. രഞ്ജു, 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 ചേച്ചി, രഞ്ജു മോളെ. ഇതെന്ത് പറ്റി? ഒരു യുദ്ധം നടന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ എന്ത് സംഭവിച്ചു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കിഡ്നാപ്പിംഗ് നടന്ന പോലെ ഉണ്ട്. രഞ്ജു, മോളെ രഞ്ജു, 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 ചേച്ചി, ചേച്ചി, രഞ്ജു ഇവിടില്ല. അമ്മാവ സത്യം പറ, എന്റെ രഞ്ജുവിന് എന്ത് പറ്റി? അവൾക്ക് എന്ത് പറ്റാൻ? ഞാൻ പറയാം. എന്നെ ഉപേക്ഷിക്കാൻ അമ്മാവൻ നിർബന്ധിച്ചപ്പോൾ അവൾ വഴങ്ങിയില്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കായി. സത്യം പറ, എന്റെ രഞ്ജുവിനെ നിങ്ങൾ എന്ത് ചെയ്തു? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, എനിക്കൊന്നും അറിയൂല. ഈ മുറിയിലില്ല. ഇനി അവൾ വിളി കേൾക്കുമോ അമ്മാവ? മകളെ കൊന്ന അച്ഛൻ തൂക്കിക്കൊന്നു ഉറപ്പാ. ഹലോ, മിസ്റ്റർ നമ്പ്യാരല്ലേ? അല്ല. അതെ. മകളെ കാണാതെ വേവലാതിപ്പെടുന്നുണ്ടാവും. ഭയപ്പെടണ്ട, മകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളാരാ? മകളെ തട്ടിക്കൊണ്ടുപോയവർ ഏതായാലും പൂജാരിയോ പുരോഹിതനാവാൻ വഴിയില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ്. പെണ്ണിനെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ കിട്ടണം. അല്ലെങ്കിൽ പെണ്ണിന്റെ ശവമായിരിക്കും കിട്ടുക. പണം ഞാൻ തരാം, എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാ മതി. പണം എവിടെ എത്തിക്കണമെന്ന് പറ. അച്ഛനെ പണം തരാന്ന്. എവിടെ എത്രയൊന്ന്? സിറ്റി ടവർ. ഹലോ, എവിടെ? സിറ്റി ടവർ. സിറ്റി ടവറിന് മുന്നിൽ കൃത്യം 9 മണിക്ക് പണവുമായി എത്തുക. ശരി. എന്താ അമ്മാവ? ആരാ വിളിച്ചത്? അയ്യോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോളെ ആരെ കിട്ടേ തരും. അവരെ ഇപ്പൊ വിളിച്ചേ 2 ലക്ഷം രൂപ കൊടുത്ത് അവളെ തിരിച്ചു തരാം. 2 ലക്ഷം 1 ലക്ഷം പറഞ്ഞത്. 1 ലക്ഷം കൊടുക്കാനാണ് പാടുള്ളൂ. 2 പറഞ്ഞാൽ 2 ലക്ഷം കൊടുക്കണ്ടേ? പഴയ കാലമാണോ? പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒന്നും നിർത്ത്. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. വാ. വല്ല സാറ് പോയി എല്ലാം കുഴയും. അമ്മാവൻ ആരാണെന്ന് അവന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ കൊണ്ട് കൊടുക്കാം. അമ്മാവൻ പൈസ തന്നാ മതി. എന്റെ രഞ്ജുവിനെ രക്ഷിക്കുക അമ്മാവ. കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോ കുട്ടികളെ കാശ് ഞാൻ തരാം. വാ. സത്യം ശിവം സുന്ദരം. നിങ്ങൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ഞങ്ങളുണ്ട്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ട്. രഞ്ജു എവിടെ? ആദ്യം പണം കാണട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ? എന്താ ഇങ്ങോട്ട് വരാന്നു. രഞ്ജു എവിടെ? കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. സേഫ് ആയിട്ട് സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പണം തന്നാൽ കുട്ടിയെ തരാം. രഞ്ജു എവിടെന്നാ ചോദിച്ചത്? അവളെ തന്നാലേ പണം തരൂ. അന്ന പണം വേണ്ട, കുട്ടിയെ എന്നാ നമുക്ക് പോവാം. അപ്പഴത്തെ പോവാന്ന്. ഇതെന്ത് മര്യാദയാണ്? പറഞ്ഞാലും മനസ്സിലാവൂലേ? നിങ്ങൾ പണം തന്നെ, ഞങ്ങൾ കുട്ടിയെ തരാം. ഇത് കുട്ടികളെയല്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കും. ആരന്മാരെ